ഹലോ, 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 ഹലോ. എന്തല്ല? സുഖല്ലേ? സോ, നമ്മള് ഇന്ന് ചാപ്റ്റർ 1 ഓഡിറ്റിന്റെ ഫാസ്റ്റ് ട്രാക്ക് റിവിഷൻ. ഓക്കെ. അറൗണ്ട് 45-50 മിനിറ്റ്സിനുള്ളില് എന്താണോ വേണ്ടത് അത്ര ആവൂല. അതിന് നേരത്തെ തീരാനേ ചാൻസ് ഉള്ളൂ. എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അത് മാത്രം പിൻ പോയിന്റ് ചെയ്തിട്ട് പഠിക്കാൻ പോവാണ് നമ്മൾ. ഓക്കെ. ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. എന്റെ ഒപ്പം തന്നെ മാർക്ക് ചെയ്യേണ്ടതൊക്കെ മാർക്ക് ചെയ്യുക. ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളതെല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രം പഠിക്കുക. ആൻഡ് ഓൾസോ ഞാൻ എന്റെ ടെലിഗ്രാം ചാനലില് ഇന്ന് ചാപ്റ്റർ 1ന്റെ MCQs ഇട്ടിട്ടുണ്ട്. ചാപ്റ്റർ 1ന്റെ MCQs ഇട്ടിട്ടുണ്ട്. അത് പോള് പോലെ തന്നെ ഇട്ടത്. സോ നിങ്ങൾ വൺസ് ഇത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അവിടെ പോവാ, എന്റെ ടെലിഗ്രാം ചാനലിൽ പോവാ, അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായി. മെച്യൂരിറ്റി ഇൻ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്? MCQ നല്ല രീതിക്ക് സോൾവ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ഓഡിറ്റ് എന്താവും? ഓട്ടോമാറ്റിക്കലി പാസ് ആയിക്കോളും. സോ ഓഡിറ്റിന്റെ MCQs എത്രത്തോളം സോൾവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സോൾവ് ചെയ്യാം. ഓക്കെ. നമുക്ക് അറൗണ്ട് 26 എബോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പാസ്സാവാൻ വെറും 14 മതി. ഓക്കെ. നമുക്ക് എഴുതി ഒരു 25 അല്ലെങ്കിൽ 30 ഒക്കെ അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 70യിൽ ഒരു 30 മാർക്സ് എങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഈസി 50+ കയറ്റാൻ പറ്റും. ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് 60ലേക്ക് കയറി പോകാൻ പറ്റും. ഓക്കെ. നിങ്ങൾ ക്ലാസ് കണ്ടു നോക്കുക. ഇനി ക്ലാസ് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ വേറെയും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു മടിയും വേണ്ട, എന്റെ PM-ലോ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഒന്നല്ലെങ്കിൽ ഇൻസ്റ്റയിലായോ ടെലിഗ്രാമിലാവാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ എവിടെ ചോദിച്ചോ? വാട്സപ്പിൽ ചോദിച്ചോ. ഓക്കെ. സോ ഇനി ഫെർദർ ഡിലേ ഒന്നും വരുന്നില്ല. 2 മിനിറ്റ് ഞാൻ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ തന്നു, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. സോ ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ആണ്, അല്ലെ? ഇതിൽ നമ്മൾ ഓഡിറ്റിന്റെ മീനിങ് പഠിക്കണം. എന്താണ് ഓഡിറ്റ് എന്നുള്ളത്? സോ ഇത് ഓർത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഏതൊരു ക്വസ്റ്റ്യന്റെ ഒപ്പം ആഡ് ചെയ്യാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഇതിൽ റിലേറ്റഡ് ആയിട്ട് SA 200-ൽ കുറെ ക്വസ്റ്റ്യൻസ് വരും. സോ ഈ ഒരു ടോപ്പിക് ഓഡിറ്റിന്റെ മീനിങ് എന്താന്നുള്ളത് എപ്പോഴും റിമെമ്പർ ചെയ്തിരിക്കണം. ഓക്കെ. കാരണം ചാപ്റ്റർ 11-ലും ഇതിന്റെയൊക്കെ ഇതായിട്ട് ബേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇതാക്കിയിട്ട് വരും. ഓക്കെ അല്ലേ? സോ ഓഡിറ്റ് എന്താണ്? ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ആണ്. എന്തിന്റെ? ഫൈനാൻഷ്യൽ ഇൻഫോർമേഷന്റെ. അത് ആരുടെ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ആയിരിക്കണം? അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഏത് എന്റിറ്റിയുടെയും ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ആവാം. ഏത് എന്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊപ്പറേറ്റർ ആവാം, NPO ആവാം, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും പ്രോഫിറ്റ് ഓറിയന്റഡ് ആവാം, കമ്പനി ആവാം, അങ്ങനെ LLP ആവാം, എന്തും ആവാം, അല്ലെ? അപ്പൊ അവർ പറയാണ് അത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആവണം തന്നെ എന്നില്ല. പ്രോഫിറ്റ് ഓറിയന്റഡ് ആവണമെന്നില്ല. അത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആവാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓറിയന്റഡ് ആവാണ്ടിരിക്കാം. ആൻഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ് ആൻഡ് ലീഗൽ ഫോം വെൻ സച്ച് ആൻ എക്സാമിനേഷൻ ഇസ് കണ്ടക്ടഡ് വിത്ത് എ വ്യൂ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ദെയർ ഓൺ. ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. നമ്മൾ ഓഡിറ്റ് എന്തിനാ കണ്ടക്ട് ചെയ്യുന്നത്? നമ്മൾ എക്സാമിനേഷൻ ചെയ്തിട്ട് നമ്മൾ അതിന് റിലേറ്റഡ് ആയിട്ട് ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യും. അതാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഓഡിറ്റിനെ പറ്റി നമ്മൾ ഒന്നും കൂടിയും ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ മേളിൽ നമ്മൾ ഒന്നും കൂടിയും ഇറങ്ങിച്ചെല്ലാണ്. ഓക്കെ അല്ലേ? അവിടെ എന്താ പറയുന്നത്? ഓഡിറ്റ് ഇസ് ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. അത് നമ്മളിവിടെ ആദ്യത്തെ ലൈനിൽ പറഞ്ഞു, അല്ലേ? അപ്പം എന്താണ് ഇൻഡിപെൻഡൻസിനെ പറ്റി ഉദ്ദേശിക്കുന്നത്? ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ഓഫ് എ പേഴ്സൺ ഇസ് നോട്ട് സബോർഡിനേറ്റ് ടു ദി വിഷസ് ഓർ ഡയറക്ഷൻ ഓഫ് ദി പേഴ്സൺ അനദർ പേഴ്സൺ. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യുമ്പം ഞാൻ ഒരിക്കലും ഇൻഫ്ലുവൻസ് ആവരുത്. ലൈക്ക് ഇപ്പം എന്റെ സിസ്റ്റർ ആണ് അല്ലെങ്കിൽ എന്റെ ബ്രദർ ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വർക്ക് എടുക്കുമ്പോൾ ഒരിക്കലും അവർക്ക് ഫേവർ ആയിട്ട്, ലൈക്ക് അത് റോങ് ആണെ പോലും അവർക്ക് ഫേവർ ആയിട്ട് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്? ബയസ് ആയിട്ട് എന്ത് എടുക്കരുത്? ഒരു ജഡ്ജ്മെന്റ് എടുക്കരുത്. അവർക്ക് അവരുടെ വിഷന് എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ആൾക്കാരൊക്കെ ചോദിക്കും, ഇപ്പം നിങ്ങൾ CA പഠിക്കാൻ തുടങ്ങിയപ്പോ തന്നെ കുറെ പേര്, ഇനി ഒപ്പിടാനൊക്കെ നിങ്ങളുടെ അടുത്ത് വന്നാൽ മതിയല്ലോ അല്ലെ, അപ്പോ പെട്ടെന്ന് ഒപ്പും കിട്ടും കാര്യങ്ങളും കിട്ടും, അങ്ങനെ പറഞ്ഞ കുറെ പേരുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരിക്കലും നമുക്ക് എന്തെടുക്കരുത്? ഒരു വർക്ക് ഏറ്റെടുക്കാൻ പാടില്ല. ഓക്കെ. ഇനി അടുത്ത പറയാണ്, ദി എൻറ്റിറ്റി ഹൂസ് ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ഇസ് എക്സാമിൻഡ് നീഡ് നോട്ട് നെസസറിലി ബി പ്രോഫിറ്റ് ഓറിയന്റഡ്. ഇൻ കേസ് ഓഫ് ബിസിനസ് ഇറ്റ് ക്യാൻ ബി NPO. എടാ, എന്ന് വെച്ചാല് ഞാൻ ഓഡിറ്റ് എടുക്കുന്നത് ഒരിക്കലും എന്താവണമെന്നില്ല, പ്രോഫിറ്റ് ഓറിയന്റഡ് ആവണമെന്ന് തന്നെ ഇല്ല. അത് NPO ആവാം, NGO ആവാം, അല്ലെങ്കിൽ അതുമല്ല ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആവാം. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഓഡിറ്റ് വെറും പ്രോഫിറ്റ് ഓറിയന്റഡ് എന്റിറ്റീസിന് മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ. ആൻസർ എന്താണ്? റോങ് ആണ്. ഇൻകറക്റ്റ് എന്നും പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ പറയണം
ഓഡിറ്റിന്റെ ഒരു മീനിങ് ഏതാ വേണമെങ്കിൽ ആൻസർ എലാബറേറ്റ് മാർക്കിനനുസരിച്ച് നല്ലൊരു 5 മാർക്ക് 4 മാർക്കൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇൻകറക്റ്റ് എന്ന് പറയാ, മീനിങ് ഓഫ് ഓഡിറ്റ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാ, എന്നിട്ട് എന്ത് പറയാ, ദ എൻറ്റിറ്റി ഹൂസ് ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ ഇസ് എക്സാമിൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോയിന്റ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് അങ്ങ് എഴുതിയാൽ മതി. പിന്നെ ഇത് ഡിക്റ്റോ തന്നെ എഴുതണോ? ഡിക്റ്റോ തന്നെ എഴുതണമെന്നില്ല. നമുക്ക് എന്താണോ വേണ്ടത് അത് മെയിൻ ആയിട്ട് അതിൽ വരണം. ഓക്കെ, കീവേഡ്സ് ആണ് ഓഡിറ്റിൽ ഭയങ്കര ഇമ്പോർട്ടന്റ്. അല്ലാണ്ട് ഡിക്റ്റോ കോപ്പി പോലെ തന്നെ വേണമെന്നില്ല. ഓക്കെ, മനസ്സിലാക്കി പഠിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. ബെറ്റർ ദാൻ ബൈ ഹാർട്ടിങ്. കുറെ നിമോണിക്സും കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ജസ്റ്റ് മനസ്സിലാക്കുക, കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക, കത്തിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഉള്ള സാധനങ്ങളൊന്നും നിങ്ങൾ കാണാത്തത്. നിങ്ങളുടെ ബുക്കിൽ ഇവിടെയൊക്കെ എന്തൊക്കെ എഴുതിയല്ലേ, അതൊക്കെ ഞാൻ കളഞ്ഞിട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ദി പർപ്പസ് ഓഫ് ഓഡിറ്റ് ഇസ് ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ശരിയാണ്, നമ്മളിവിടെ പറഞ്ഞല്ലോ എന്ത്, കണ്ടക്ട് വിത്ത് വ്യൂ ടു എക്സ്പ്രസിങ് ആൻ ഒപ്പീനിയൻ ദർ ഓൺ. അപ്പൊ പറയാണ് ഓഡിറ്റിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് എന്ത് കൊടുക്കണം? ഒരു ഒപ്പീനിയൻ കൊടുക്കണം. ഇപ്പൊ ഞാനാണ് ഓഡിറ്റർ, ഞാനൊരു ഓഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മൊത്തം അനലൈസ് ചെയ്ത് ഫുൾ എക്സാമിൻ ചെയ്ത് ഓഡിറ്റ് എവിഡൻസ് ഒക്കെ ഒപ്റ്റെയിൻ ചെയ്തിട്ട് ഫുള്ള് നോക്കും. എന്നിട്ട് അതിന്റെ മേളിൽ ഫൈനലി ഞാൻ എന്ത് കൊടുക്കും? ഒരു ഓഡിറ്റ് കൺക്ലൂഷൻ റീച്ച് ചെയ്ത് അതിലൊരു ഒപ്പീനിയൻ കൊടുക്കണമെന്നാണ് ഓഡിറ്റിന്റെ മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരാണ്. ഇൻ ഡൂയിങ് സോ he has to see the financial statement would not mislead anybody by ensuring that എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ഇത് 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്കിന്? 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ആ ചോദിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ മകനെ ലോട്ടറി അടിച്ചു എന്ന് വേണേൽ പറയാം. കാരണം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു ഓഡിറ്റർ ആവുമ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം, അത് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്നെല്ലാം ശരിക്കും നോക്കി ഉറപ്പുവരുത്തണം അല്ലെ? എന്നെല്ലാം ശരിക്കും നോക്കി ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ടത് എന്തെല്ലാമാണ്? അപ്പൊ ഞാൻ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം എടുത്തു നോക്കുമ്പോൾ, നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ കുറെ അക്കൗണ്ട്സ് ഉണ്ടാവുമല്ലോ. ഈ അക്കൗണ്ട്സ് വരച്ചിരിക്കുന്നത് വിത്ത് റെഫറൻസ് ടു എൻട്രീസ് മെയ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണോ നോക്കണം. എന്ന് വെച്ചാൽ, എടാ ഞാൻ ജേർണൽ എൻട്രി ചെയ്തിട്ട്, നമ്മൾ ഫൗണ്ടേഷനിലോ അല്ലെങ്കിൽ ബികോമിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെല്ലാം നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ജേർണൽ എൻട്രി പാസ് ചെയ്തിട്ടാണല്ലോ ക്ലാസിഫിക്കേഷൻ സ്റ്റേജ് ആയിട്ടുള്ള ലെഡ്ജേഴ്സിലേക്ക് പോണത്. അവിടെ നിന്നാണല്ലോ നമ്മൾ ട്രയൽ ബാലൻസ് പോയി, ട്രയൽ ബാലൻസ് പിന്നെ FS ആയിട്ടുള്ള പി ആൻഡ് എല്ലും ബാലൻസ് ഷീറ്റിലേക്കൊക്കെ പോകുന്നത്. ആണോ അല്ലേ? ആണ്. സോ അക്കൗണ്ട്സ് വരച്ചിരിക്കുന്നത് വിത്ത് റെഫറൻസ് ടു എന്തായിരിക്കണം? എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. എന്ന് വെച്ചാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഞാൻ എൻട്രി ചെയ്തിട്ടുള്ള എൻട്രീസ് റെഫർ ചെയ്തിട്ടായിരിക്കണം അക്കൗണ്ട്സ് വേണ്ടത്. എന്ന് വെച്ചാൽ അക്കൗണ്ട്സിൽ വേറെ കുറെ എൻട്രീസും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ വേറെ എൻട്രീസും ആയിട്ട് കോൺട്രഡിക്റ്റ് ചെയ്യാൻ പാടില്ല, രണ്ടും സെയിം ആയിരിക്കണം. ഇനി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? നമുക്ക് അവിടെ ബാലൻസ് ഷീറ്റ് വരും, P&L വരും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരും, ചേഞ്ച് ഇൻ ഇക്വിറ്റി വരും, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റി വരും, ആൻഡ് അതേപോലെ തന്നെ നോട്ട്സ് ടു അക്കൗണ്ട്സും വരും. ഈ 5 സാധനങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള ആദ്യത്തെ പോയിന്റ് പഠിച്ചു. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താ? അതിനും സിമ്പിളാ. നമ്മൾ ആദ്യം അക്കൗണ്ട് വരച്ചത് എൻട്രീസ് റെഫർ ചെയ്തിട്ടാണ്. ഇനി ഈ എൻട്രീസ് എന്തായിരിക്കണം? എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആഡിക്വേറ്റ്ലി സപ്പോർട്ടഡ് ആയിരിക്കണം. എന്ത് കേട്ടോ, ഞാനിപ്പം എന്റെ ജേർണലിൽ ഒരു എൻട്രി എഴുതുന്നുണ്ടെങ്കിൽ ആ എൻട്രീന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് വേണം. ആഡിക്വേറ്റ്ലി സപ്പോർട്ടഡ് ബൈ സായി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. സായി എന്ന് പറയുന്നത് എന്താ? സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഉണ്ടാവണം. എന്താ പറയുന്നത്? സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. അതാണ് സപ്പോർട്ടഡ് ബൈ സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. ഞാൻ അതിനെ ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് പറയുന്നു. അതാണ് സായി. ഓക്കെ അല്ലേ? സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. ഇപ്പൊ എന്താ പറയുന്നത്? നമ്മൾ അക്കൗണ്ട്സ് വരച്ചത് എൻട്രീസ് റെഫർ ചെയ്തിട്ടാണ്. ഈ എൻട്രീസ് എന്തായിരിക്കണം? എൻട്രീസിനെ സപ്പോർട്ട് ചെയ്യണം എന്ത്? സായി എന്ന് പറയുന്നത്. സായി എന്താ? സഫീഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ഉണ്ടാവണം. ഇനി ഒരു എൻട്രിയും പോലും എന്ത് ചെയ്യരുത്? ഒമിറ്റ് ചെയ്യരുത് ഇൻ ദി പ്രോസസ് ഓഫ് കമ്പൈലേഷൻ. എന്ന് വെച്ചാൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കുറെ എൻട്രീസ് പാസ് ചെയ്തിട്ടുണ്ടാവും, കുറെ ജേർണൽ എൻട്രീസ് പാസ് ചെയ്തിട്ടുണ്ട്. ഈ ജേർണൽ എൻട്രീസ് പാസ് ചെയ്തത് ഒരിക്കലും ഒരു സാധനം പോലും മിസ്സായി പോരുത്. എപ്പോ? നമ്മൾ ഈ FS ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അതാണ് പ്രോസസ് ഓഫ് കമ്പൈലേഷന്റെ കേസിൽ പറയുന്നത്. ഇനി അവസാനം പറയാണ് എന്ത്? ഇൻഫോർമേഷൻ കൺവേർഡ് ബൈ ദി സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം, അതേപോലെ തന്നെ അൺആംബിഗ്യസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ
ഞാനൊരു കാര്യത്തിന്റെ മേളിൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പം നോട്ട്സ് ടു അക്കൗണ്ട്സ് ഒക്കെ കാര്യങ്ങൾ എഴുതുമ്പം എന്റെ യൂസേഴ്സിന് അത് നോക്കുമ്പം അത് മനസ്സിലാവണം. അല്ലാണ്ട് എനിക്ക് തോന്നിയ പോലെ ഒരിക്കലും എന്താക്കാൻ പറ്റൂല, ഒരു നോട്ട്സ് ടു അക്കൗണ്ട്സും പോലും എഴുതാൻ പറ്റില്ല. ഇനി അഞ്ചാമത്തെ പോയിന്റിലേക്ക് വരുമ്പം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ എമൗണ്ട് എന്തായിരിക്കണം? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലെ എമൗണ്ട്സ് ഇതാ FS എമൗണ്ട്സ് പ്രോപ്പർലി സി ഡി ഡി സി ഡി ഡി എന്ന് പറയുമ്പോൾ എന്താ, ക്ലാസിഫൈ ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. അത് നിങ്ങൾ CDD എന്നും പറഞ്ഞ് പഠിക്കണ്ട. നമ്മൾ ഫസ്റ്റ് ജേർണൽ എൻട്രി കഴിഞ്ഞാല് രണ്ടാമത് എന്ത് സ്റ്റേജിലേക്കാ പോകുന്നത്? ക്ലാസിഫിക്കേഷൻ സ്റ്റേജിലേക്കാ പോകുന്നത്. അന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഉണ്ടാക്കണം. ലെഡ്ജറിൽ നിന്ന് നമ്മൾ എന്താക്കാണ്, ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലേ, മറ്റേ എന്തിലാ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ട്രയൽ ബാലൻസിൽ. ഇനി അവസാനം വരുന്നത് എങ്ങോട്ടാ? അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ട്രയൽ ബാലൻസ് പറയാം, നോട്ട്സ് ടു അക്കൗണ്ട്സ് പറയാം, അതേ ട്രയൽ ബാലൻസ് പറയാം, P&L പറയാം, ബാലൻസ് ഷീറ്റ് പറയാം. ഇനി ഡിസ്ക്ലോസ് ചെയ്യുന്നത് എവിടെയാ? നമ്മുടെ നോട്ട്സ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫുഡ് നോട്ട്സിൽ വരും. അതൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി ലാസ്റ്റ് പോയിന്റ് വരാണ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്തായിരിക്കണം? ട്രൂ ആൻഡ് ഫെയർ പിക്ചർ പ്രൊവൈഡ് ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ട്രൂ ആൻഡ് ഫെയർ പിക്ചർ പ്രൊവൈഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളുള്ളൂ. എന്തൊക്കെയാ പറയുന്നത്? എന്താ പറയുന്നത്? അക്കൗണ്ട്സ് വിത്ത് റെഫറൻസ് ടു എൻട്രീസ് ആയിരിക്കണം. എൻട്രീസിന് എന്ത് സപ്പോർട്ട് ചെയ്യണം? സപ്പോർട്ടഡ് ബൈ സായി ആയിരിക്കണം. എൻട്രീസ് എന്താവാൻ പാടില്ല? ഒമിറ്റഡ് ആവാൻ പാടില്ല. ഇൻഫോർമേഷൻ എന്തായിരിക്കണം? ക്ലിയർ ആയിരിക്കണം ആൻഡ് അൺആംബിഗ്യസ് ആയിരിക്കണം. ആൻഡ് അതേപോലെ എന്തായിരിക്കണം? ഓരോ എമൗണ്ട്സ് എന്തായിരിക്കണം? പ്രോപ്പർലി എന്തായിരിക്കണം? ക്ലാസിഫൈ ആയിരിക്കണം, ഡിസ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ഡിസ്ക്ലോസ് ചെയ്യണം. ആൻഡ് അവസാനം സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് എന്താക്കണം? സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് പ്രസന്റ് ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങളുള്ളൂ. 5 മാർക്ക് ഈസി ആയിട്ട് പോക്കറ്റിൽ കിട്ടും. ഇനി അടുത്ത വരുന്നതാണ് ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ഓഫ് ഓഡിറ്റിംഗ്, റിലേഷൻഷിപ്പ് വിത്ത് ഡൈവേഴ്സ് സബ്ജക്ട്സ്. ഇത് നിങ്ങൾ വൺസ് വായിച്ചു വിട്ടാൽ മതി. നിങ്ങൾക്ക് എഴുതാൻ വരുമോ എന്ന് വെച്ചാൽ ചാൻസ് കുറവാണ്. യൂഷ്വലി വന്നുകൊണ്ടിരുന്നതാണ്, പക്ഷെ ഇപ്പം ചാൻസ് കുറവ്. കുറെ അറ്റംപ്റ്റ്സ് ആയിട്ട് അവരെന്താക്കുന്നില്ല, എഴുതാൻ പറയുന്നില്ല. ബട്ട് എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. ഇതിന്റെ നോട്ട് വേണമെങ്കിൽ ഞാൻ അയച്ചുതരാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ഞാൻ അതിനനുസരിച്ച് ഞാൻ എന്റെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എന്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടുതരാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് വരുന്നത് MCQs ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരാൻ ചാൻസ് കുറവാണ്. ഇനി അടുത്തതിലേക്ക് പോകുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ്. ഇപ്പൊ ഞാനൊരു ഓഡിറ്റർ ആണ്. അപ്പം ആസ് ആൻ ഓഡിറ്റർ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഞാൻ ചോദിക്കാണ് വേറെ എന്റെ സാറിനോട് അല്ലെങ്കിൽ എന്റെ പ്രിൻസിപ്പളിനോട് ഞാൻ ചോദിക്കാണ്, സാറേ എന്താണ് ഓഡിറ്റ്? ഓഡിറ്റിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? സോ പുള്ളി പറയുന്ന ആദ്യത്തെ 2 കാര്യങ്ങളാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടണം. ഓക്കെ, ആ ഒബ്ജക്റ്റീവില് നമ്മൾ പഠിക്കുന്ന എസ്സേ ആണ് എന്ത്? SA 200 എന്നുള്ളത്. SA 200 എന്നുള്ളത്. അപ്പൊ നമുക്ക് SA 200 എങ്ങനെ പഠിക്കാം? SA 200 എന്ന് പറയുന്നത് നമുക്ക് OOIA എന്ന് പറയാം. എന്താ പറയുന്നേ? OOIA. OOIA എന്താ? എന്താ പറയാ? OIA. ആ രീതിയിൽ. അപ്പൊ എന്താ സംഭവം? എന്താ ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ ആണ് OOIA ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? ആൻഡ് ദി കണ്ടക്ട് ഓഫ് ആൻ ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. അപ്പം SA 200 ആണ് ആസ് ആൻ ഓഡിറ്റർ ഞാൻ എന്താണ് ശരിക്കും ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇവിടെ നമുക്ക് 2 R ആണ് ചെയ്യാനുള്ളത്. എന്താ ചെയ്യാനുള്ളത്? 2 R. അതിൽ ഒരു R ആണെന്ത്? ഒന്ന് നമ്മൾ റീസണബിൾ അഷുറൻസ് പ്രൊവൈഡ് ചെയ്യാണ്. ഇനി റീസണബിൾ അഷുറൻസ് എന്താണെന്ന് നമുക്കറിയണം. അത് ഞാൻ പറഞ്ഞുതരും. റീസണബിൾ അഷുറൻസ് പ്രൊവൈഡ് ചെയ്യാണ്. 2 നമ്മൾ റിപ്പോർട്ട് നോക്കാണ്. 2 നമ്മൾ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് പ്രൊവൈഡ് ചെയ്യാണ്. സോ ഇവിടെ നമുക്ക് നോക്കാം. SA 200 എന്ന് പറയുന്നത് ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഡിപെൻഡന്റ് ഓഡിറ്റ്. അതാണ് OOIA. ആൻഡ് ദി കണ്ടക്ട് ഓഫ് ആൻ ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് സ്റ്റാൻഡേർഡ് ആണ് SA 200 എന്ന് പറയുന്നത്. ഇതിൽ യൂഷ്വലി നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതിൽ ചാപ്റ്റർ 1 നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏതിലാന്ന് വെച്ചാൽ അതിലൊരു പോയിന്റ് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റും, ഒന്ന് ഈ ഒരു പോയിന്റ് നമ്മളിപ്പം പഠിച്ച മിസ്ലീഡ് ഇതാണ് നമ്മുടെ എന്ത് കീവേഡ് ആയിട്ട് വരുന്നത്. പൊതുവെ യൂഷ്വലി മിസ്ലീഡ് ആണ് നമുക്ക് കീവേഡ്സ് ആയിട്ട് വരാറുള്ളത് ക്വസ്റ്റ്യൻ വരും. സോ നമ്മൾ
ബാക്ക് ടു ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട എന്താ 2 R ആണ്. അതിലൊന്നാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യണം എന്ത് റീസണബിൾ അഷുറൻസ്. എന്തിൽ നിന്നാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് റീസണബിൾ അഷുറൻസ്? നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് ആ ഹോൾ ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് വെദർ ഡ്യൂ ടു ഫ്രോഡ് ഓർ എറർ എന്ന് പറയുമ്പോൾ എന്താണ് FS ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടാവില്ല. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂസറിന്റെ എന്ത് ഡിസിഷനെ ബാധിക്കാൻ പാടില്ല. ലൈക്ക് ആ ഒരു മിസ്റ്റേക്ക് കാരണം പുള്ളി എടുക്കുന്ന ഡിസിഷൻസ് തെറ്റാൻ പാടില്ല. ഓക്കെ, സോ അതിന് നമുക്ക് എന്തായിട്ട് വിളിക്കാം? മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. സോ ഞാൻ എന്ത് ചെയ്യണം? ഒബ്റ്റെയിൻ ചെയ്യണം എന്ത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആസ് എ ഹോൾ ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഡ്യൂ ടു ഫ്രോഡിൽ നിന്നും എററിൽ നിന്നും എന്തുണ്ടാവാൻ പാടില്ല? മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ അല്ലേ? ഇനി അവിടെ പറയാണ് ദെയർ ബൈ എനേബിളിംഗ് ദി ഓഡിറ്റർ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ വെദർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ പ്രിപ്പയർഡ് ഇൻ ഓൾ മെറ്റീരിയൽ റെസ്പെക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് AFRF. ഇവർ പറയാണ് ഓഡിറ്റർ എക്സ്പ്രസ് ചെയ്യണം വെദർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ്. എന്താ പറയുന്നത്? ആദ്യം അവർ പറയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആദ്യം നോക്കേണ്ട എന്താണ്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മൊത്തത്തില് ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ് ആണ് 2 കാര്യത്തിൽ നിന്ന്. അതേതൊക്കെയാ? ഫ്രോഡും എററും. പിന്നെ ഫസ്റ്റ് പോയിന്റിൽ തന്നെ സപ്പോർട്ടായിട്ട് പറയാണ് ഓഡിറ്റർ ഉറപ്പ് വരുത്തണം എന്ത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് AFRF എന്താ? ആപ്ലിക്കബിൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ R എന്താ? റിപ്പോർട്ട് കൊടുക്കണം എന്തിന്റെ മേളിൽ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ മുകളിൽ റിപ്പോർട്ട് കൊടുക്കണം. എങ്ങനെ? നമ്മൾ എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ആസ് റിക്വയർഡ് ബൈ ദി SA ഇൻ അക്കോർഡൻസ് വിത്ത് ഓഡിറ്റേഴ്സ് ഫൈൻഡിങ്. എടാ, ഓഡിറ്ററായ ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അത് വെച്ചിട്ട് വേണം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ എന്ത് പ്രകാരമായിരിക്കണം? ആസ് റിക്വയർഡ് ബൈ ദി SA ആയിരിക്കണം. ഓക്കെ, ഇതൊക്കെ ഞാൻ എന്തിന്റെ മേളിലാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്? റിപ്പോർട്ട് ഓൺ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. പഠിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കി വെക്കാം. നമ്മൾ റിപ്പോർട്ട് കൊടുക്കുന്ന എന്തിന്റെ മേളില? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ മേളില. അപ്പൊ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും. ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത് SA റിക്വയർ ചെയ്ത പോലെയാണ്. ഈ SA റിക്വയർ ചെയ്യുമ്പം നമ്മൾ അവർക്ക് എന്ത് വെച്ചിട്ടാ പറഞ്ഞു കൊടുക്കുക? ഇൻ അക്കോർഡൻസ് വിത്ത് ഓഡിറ്ററിന്റെ എന്ന് പറഞ്ഞാൽ ആസ് ആൻ ഓഡിറ്റർ, ഞാനിപ്പോ ഒരു ഓഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്റെ ഫൈൻഡിങ്സ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഈസി അല്ലടാ? സിമ്പിൾ ആയിട്ട് ഞാനിതാ SA 200 ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്, ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. റീസണബിൾ അഷുറൻസ് എന്ന് പറയുന്നത് ഈസ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം അബ്സല്യൂട്ട് അഷുറൻസ്. അതെ, അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഷുവർ ആണ്, ഗ്യാരണ്ടി ഉണ്ട്, എനിക്ക് ഉറപ്പാണ്, അബ്സല്യൂട്ട് ഇൻ ദാറ്റ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഐ ആം അബ്സല്യൂട്ട് ഇൻ ദാറ്റ് സിനാരിയോ എന്നൊക്കെ പറയുന്ന രീതിക്ക് നമുക്ക് അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ എന്താ? ഒരു പക്കയാണ്, ഞാൻ ഉറപ്പിച്ചു എന്ന രീതിക്ക് നമ്മൾ പറയാം, തറപ്പിച്ച് പറയാം അല്ലെ? അപ്പം അബ്സല്യൂട്ട് അഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കംപ്ലീറ്റ് അഷുറൻസ് ആണ്, അല്ലെങ്കിൽ അതെന്താണ്? അത് ഒരു ഗ്യാരണ്ടി ആണ് ദാറ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്. ഹൗവർ റീസണബിൾ അഷുറൻസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഗ്യാരണ്ടി അല്ല. ആസ് ആൻ ഓഡിറ്റർ നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അവിടെ ഒരു മിസ്റ്റേറ്റ്മെന്റും ഇല്ല, അവിടെ ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റും ഇല്ലാന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അവിടെ നമ്മളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത വേറെ കുറെ കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അബ്സല്യൂട്ട് അഷുറൻസിന് പകരം നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? റീസണബിൾ അഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും ഓൾതോ ഇറ്റ് ഈസ് എ ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് അഷുറൻസ്. റീസണബിൾ അഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് അഷുറൻസ് അല്ല, പക്ഷേ ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. എന്താ പറയുന്നത്? ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ് എന്ത്? റീസണബിൾ അഷുറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലടാ? ഇതാ ഇനി അടുത്ത പറയാണ്, ഇറ്റ് ലീഡ്സ് ടു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് വിച്ച് ഇസ് കോൾഡ് ആസ് റീസണബിൾ അഷുറൻസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ അബ്സല്യൂട്ട് അഷുറൻസ്. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവിന്റെ ഓവർവ്യൂ നമ്മൾ ഒരു വട്ടം വായിച്ചു, അതൊരു വട്ടം നിങ്ങൾ എന്താക്കുക? വായിച്ചു വിടാം. നമ്മളിത് പഠിച്ചു, നിങ്ങളിത് വായിച്ചു വിടാം. ഓക്കെ, ഇനി സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, വാട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. അപ്പൊ ആദ്യത്തെ പോയിന്റ്, നമ്മൾ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യണം. സ്കോപ്പ് എന്ന് പറയുമ്പോൾ
നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പബ്ജിയുടെ സ്കോപ്പ് എടുക്കാം. ഓക്കെ, പബ്ജിയുടെ സ്കോപ്പ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, നമ്മളിപ്പോ പൊതുവെ പബ്ജി ഗെയിംസ് എല്ലാം കളിക്കുമ്പോൾ നമ്മൾ ആ സ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് എല്ലാം കാണാൻ പറ്റണം. സോ ആദ്യത്തെ പോയിന്റ് എന്താ? കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദി എൻറ്റിറ്റി. അപ്പൊ അവര് പറയാണ് ഓഡിറ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആഡിക്വേറ്റ്ലി. അത് ആഡിക്വേറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യണം. എന്ത് രീതിക്ക്? ടു കവർ ഓൾ ആസ്പെക്ട് ഓഫ് ദി എൻറ്റിറ്റി റെലവെന്റ് ടു ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബീങ് ഓഡിറ്റഡ്. അപ്പൊ അവര് പറയാണ് അത് സച്ച് എ വേ നമ്മൾ അത് ക്രിയേറ്റ് അല്ലെ ഓർഗനൈസ് ചെയ്യണം. എങ്ങനെ? അതിലെ കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട് ഓഫ് ദി എൻറ്റിറ്റി വിച്ച് ഇസ് റെലവെന്റ് ടു ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബീങ് ഓഡിറ്റഡ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് പറയാണ് ആ സ്കോപ്പിലൂടെ കാണുന്നതെല്ലാം എനിക്ക് എന്തായിരിക്കണം? വിസിബിൾ ആയിരിക്കണം. വിസിബിൾ ആയിരിക്കണം മാത്രല്ല അതിൽ കാണുന്നതൊന്നും വേറൊന്നും ആയി പോകരുത്. അപ്പം അതിനെ നമുക്ക് ഓഡിറ്റിന്റെ രീതി പറയുമ്പം കാണുന്നതെല്ലാം വിശ്വസിക്കാവുന്നതാവണം. അത് ആവശ്യമുള്ളതും അത്രത്തോളം ആവശ്യമുള്ളതിനനുസരിച്ച് ആ സാധനം വേണം. അങ്ങനെ ആ ഇൻഫോർമേഷൻസ് വേണം എന്ന് പറയുമ്പം അത് റിലയബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ സഫീഷ്യന്റ് ആയിരിക്കണം. അപ്പൊ അവര് പറയാണ് ദി ഓഡിറ്റർ ഷുഡ് ബി റീസണബിളി സാറ്റിസ്ഫൈഡ്. ഞാനൊരു ഓഡിറ്റർ ആണെങ്കിൽ ഞാൻ റീസണബിളി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എന്തിൽ? ഇൻഫോർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ അണ്ടർലൈങ് റെക്കോർഡ്സ് ആൻഡ് അതർ സോഴ്സ് ഡാറ്റ. എടാ നമ്മൾ നോക്കുന്ന റെക്കോർഡ്സ് അതേപോലെ വേറെ കുറെ ഡാറ്റ സോഴ്സ് ഡാറ്റ ഉണ്ടാവും. എന്ന് പറയുമ്പോൾ സോഴ്സ് ഡാറ്റ എന്ന് പറയുമ്പോൾ ബിൽസ് ഉണ്ടാവും, വൗച്ചേഴ്സ് ഉണ്ടാവും, അങ്ങനെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്ന് വേണേൽ പറയാം. സപ്പോർട്ട് ഇപ്പൊ ഞാനൊരു പർച്ചേസ് ചെയ്തെന്നും പറഞ്ഞിട്ട് എന്റെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ ഞാൻ 1,00,000 എഴുതി. സോ ആ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ 1,00,000 എഴുതിയത് എന്ത് രീതിയിലായിരിക്കും സപ്പോർട്ട് ചെയ്യുക? അതർ സോഴ്സ് ഡാറ്റ പോലത്തെ പർച്ചേസിങ് ബില്ല്, വൗച്ചേഴ്സ്, ഡോക്യുമെന്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സോ അത് രണ്ടും തമ്മിൽ വെച്ചിട്ട് ഞാൻ റീസണബിളി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എന്ത്? ഞാൻ വിശ്വസിക്കുന്നത് ഇസ് റിലയബിൾ ആണ്, അതേപോലെ തന്നെ സഫീഷ്യന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ റിലയബിൾ ആണ്, വിശ്വസിക്കാവുന്നതാണ്, അതേപോലെ തന്നെ മതിയാവുന്നതോളം ഉണ്ട് എന്ന് പറഞ്ഞാൽ സഫീഷ്യന്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി ദി ഓഡിറ്റർ മേക്ക് ജഡ്ജ്മെന്റ് ഓഫ് റിലയബിലിറ്റി ആൻഡ് സഫീഷ്യൻസി. അത് വിശ്വസിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത്രത്തോളം മതി എന്ന് ഞാൻ എങ്ങനെ ജഡ്ജ്മെന്റ് എടുക്കും, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജഡ്ജ് ചെയ്യും, ഞാൻ ആ ഒരു തീരുമാനം എങ്ങനെ എടുക്കും എന്ന് ചോദിക്കുമ്പോൾ അവര് എന്താ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ എങ്ങനെ? ബൈ സ്റ്റഡി ആൻഡ് അസസ്മെന്റ് ഓഫ് അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഇന്റേണൽ കൺട്രോൾസ്. അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ മേളിലും ആൻഡ് ഇന്റേണൽ കൺട്രോൾസിന്റെ മേളിലും ഞാൻ എന്ത് ചെയ്യും? ഒരു സ്റ്റഡിയും അതേപോലെ തന്നെ ഒരു അസസ്മെന്റ് നടത്തും. ഞാൻ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കും. ഞാൻ അതിനെപ്പറ്റി ഇപ്പം ഒരാളിപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആദ്യം വീട്ടിൽ നിന്നാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ആദ്യം എന്താ പറയാ? നീ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് നല്ലൊരു പ്രൊപ്പോസൽ ഒക്കെ ആയിട്ട് വാന്നൊക്കെ പറയൂലേ? അതേപോലെ തന്നെ ഞാൻ അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും, അതേപോലെ തന്നെ അത് എത്രത്തോളം മതി എന്ന് ഉറപ്പ് വരുത്തുന്നത് ഞാൻ അതിന് മേളിൽ എന്താക്കും? ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് നടത്തും. ഏതിന്റെയൊക്കെ മേളിൽ? അക്കൗണ്ടിങ് കമ്പനിയുടെ ഏത് കമ്പനിയുടെയാണോ ഞാൻ ഓഡിറ്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിലും അതേപോലെ തന്നെ ഇന്റേണൽ കൺട്രോൾസിലും. അത് എങ്ങനെ? by carrying out appropriate tests, enquiries and procedures. രണ്ട് കാര്യം ഈസി ആയിട്ട് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് സ്കോപ്പിലൂടെ കാണുന്നതിൽ നിന്ന് നല്ല ഡിസ്ക്ലോഷർ അവൈലബിൾ ആയിരിക്കണം. പ്രോപ്പർ ഡിസ്ക്ലോഷർ വേണം ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. കീപ് ഇൻ മൈൻഡ് ആപ്ലിക്കബിൾ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ഇൻ ദിസ് റിഗാർഡ്. ഇത് നിങ്ങൾക്ക് എഴുതിയതിനു ശേഷം അടുത്ത മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് ദി മാനേജ്മെന്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പറേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതേപോലെ തന്നെ ദി ഓഡിറ്റർ ഇവാലുവേറ്റ്സ് സെലക്ഷൻ ആൻഡ് കൺസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പോളിസി ബൈ മാനേജ്മെന്റ്. കേട്ടോ, ആദ്യത്തെ പോയിന്റിൽ പറയാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റർ അല്ല പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ മാനേജ്മെന്റ് ആണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മുടെ മാനേജ്മെന്റ് ആണ്. അതേപോലെ തന്നെ ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യണം നമ്മുടെ മാനേജ്മെന്റ് ഓരോ വട്ടവും ഏതൊക്കെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പോളിസീസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ സെലക്ഷനും അതേപോലെ തന്നെ സെലക്ട് ചെയ്തത് നല്ല കൺസിസ്റ്റന്റ് ആയിട്ടാണോ പോകുന്നത്? ചിലപ്പം സെലക്ഷൻ തെറ്റാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. ഇയർ 1 ഒന്ന്, ഇയർ 2 വേറൊന്ന്. സോ അത് പറ്റൂല. ലിഫോ ഫിഫോ ഒക്കെ ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കൂല. വൺസ് യു യൂസ് അത് തന്നെയായിരിക്കും കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം.
ഇനി അതല്ല ബൈ ലോ ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റിക്വയർ ചെയ്യണം, ഇനി അതല്ല നല്ല ബെറ്റർ എന്താ പറയാ പ്രസന്റേഷനോ, അങ്ങനെ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാണ്, ഹിസ്റ്റോറിക്കൽ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ. ഹിസ്റ്റോറിക്കൽ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്താന്ന് ചോദിക്കുമ്പോൾ, ഇൻഫോർമേഷൻ എക്സ്പ്രസ്ഡ് ഇൻ ഫൈനാൻഷ്യൽ ടേംസ് ഇൻ റിലേഷൻ ടു എ പർട്ടിക്കുലർ എൻറ്റിറ്റി. എന്താ പറയുന്നത്? ഇൻഫോർമേഷൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് എന്ത് രീതിയിൽ? ഫൈനാൻഷ്യൽ ടേംസിൽ ഓഫ് എ പർട്ടിക്കുലർ എൻറ്റിറ്റി, derived primarily from entities accounting system about economic event occurring in past time period, about economic condition or circumstances at point in time in the past. എടാ ഒന്നുമില്ലടാ, ഹിസ്റ്റോറിക്കൽ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അതൊരു ഫൈനാൻഷ്യൽ ടേംസ് ആണ്. ആരുടെ? ഇൻ റിലേഷൻ ടു എ പെർട്ടിക്കുലർ എൻറ്റിറ്റി. അത് ആ ഒരു എൻറ്റിറ്റിയുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തില് എക്കണോമിക് ഇവന്റ് ആയിട്ട്, നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുന്നില്ലേ, എക്കണോമിക് ഇവന്റ്സ് ആണ്. ഇവന്റ്സ് ഉണ്ട്, ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഇവന്റ്സ് എന്താണ്, ട്രാൻസാക്ഷൻസ് എന്താണ്? സോ ഈ ഒരു പാസ്റ്റ് ടൈം പീരീഡിൽ നടന്ന എക്കണോമിക് ഇവന്റ്സ് നമ്മൾ ഫൈനാൻഷ്യൽ ടേംസിൽ എന്താക്കാണ്, കാണിക്കുന്നതിനാണ് ഹിസ്റ്റോറിക്കൽ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. എപ്പെങ്കിലും ഭയങ്കര എന്താ പറയാ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാറില്ല, എപ്പെങ്കിലും ചോദിച്ചു അങ്ങനത്തെ രീതിക്ക്. ഓക്കെ അല്ലേ? ഇനി സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ആണ്. വാട്ട് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ്. എന്താണ് സ്കോപ്പിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്? സ്കോപ്പ് ഓഫ് ഓഡിറ്റ് നമ്മൾ പഠിച്ചു. എന്താ നമ്മൾ സ്കോപ്പ് ഓഫ് ഓഡിറ്റിൽ എന്താ പഠിച്ചേ? കവറേജ് ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദി സ്കോപ്പിലൂടെ കാണുന്നത് മൊത്തത്തിൽ കാണാൻ പറ്റണം. 2, സ്കോപ്പിലൂടെ കാണുന്നത് വിശ്വസിക്കാൻ പറ്റുന്നതാവണം, അത് മതിയാവുന്നത്രത്തോളം ഉണ്ടാവണം. എന്ന് വെച്ചാൽ റിലയബിൾ ആയിരിക്കണം, സഫീഷ്യൻസി ആയിരിക്കണം, സഫീഷ്യന്റ് ആയിരിക്കണം ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. രണ്ടാമത് പ്രോപ്പർ ഡിസ്ക്ലോസർ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. എന്താ വെച്ചാൽ എന്താ? ഡിസ്ക്ലോസ് ചെയ്യേണ്ടതെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഈ നോട്ട് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നല്ലേ കമന്റിൽ പറയാം, അല്ലെങ്കിൽ എന്റെ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എന്നെ അറിയിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ അയച്ചിടാം. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അയച്ചാൽ പോരെ. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്റെ ഒപ്പം തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? സോ ഇതിന്റെ പോയിന്റ് 1 ആയിട്ട് പറയാണ്, ഓഡിറ്റർ ഈസ് നോട്ട് എക്സ്പെക്ടഡ് ടു പെർഫോം ഡ്യൂട്ടീസ് വിച്ച് ഫോൾ ഔട്ട്സൈഡ് ദി ഡൊമൈൻ ഓഫ് ഹിസ് കോമ്പിറ്റൻസ്. എന്റെ കോമ്പിറ്റൻസിന്റെ പുറത്തുള്ള ഒരു പണിയും ഞാൻ ചെയ്യൂല. മനസ്സിലായോ? എടാ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ക്രിക്കറ്റോ ഫുട്ബോളോ ഒന്നും കളിക്കാൻ അറിഞ്ഞൂടാ. നിങ്ങളുടെ അടുത്ത് പോയിട്ട് അത് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം നിങ്ങളുടെ കോമ്പിറ്റൻസിന്റെ പുറത്തുള്ളതാണ്. അതേപോലെ തന്നെയാണ് എന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. എന്റെ കോമ്പിറ്റൻസിന്റെ പുറത്തുള്ളതാണെങ്കിൽ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ പോയിന്റ് പറയാണ്, ഓഡിറ്റർ ഇസ് നോട്ട് ആൻ എക്സ്പെർട്ട് ഇൻ ഒത്തന്റിക്കേഷൻ ഓഫ് ഡോക്യുമെന്റ്. നമ്മൾ കുറെ കാര്യങ്ങളുടെ ഡോക്യുമെന്റ്സിന്റെ കീഴിൽ അതിന്റെ ഒത്തന്റിക്കേറ്റ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ചെയ്യാൻ പറ്റൂല, കാരണം നമ്മൾ അതിൽ എക്സ്പേർട്ട് ആയിരിക്കില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ആ ഒരു ബില്ലെല്ലാം കറക്റ്റ് ആണോ, ബിൽ എമൗണ്ട്സ് എല്ലാം കറക്റ്റ് ആണോ, ഇത് മാർക്കറ്റ് ലെവൽ എമൗണ്ട്, മാർക്കറ്റിന്റെ എമൗണ്ടിനനുസരിച്ചിട്ട് തന്നെയാണോ കാണിച്ചിട്ടുള്ളത്? ചില എഞ്ചിനീയർകാരൊക്കെ പിടിക്കപ്പെട്ടതിന്റെ ന്യൂസൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ലൈക്ക് ബില്ല് കൂട്ടി കാണിച്ചു, കോയ അല്ല, ബില്ല് കൂട്ടി കാണിച്ചിട്ട് പൈസ തട്ടിപ്പ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതേപോലത്തെ കേസിലെല്ലാം ഇത് ഇൻക്ലൂഡ് ആക്കാൻ പറ്റും. പിന്നെ പറയാണ്, ഓഡിറ്റ് ഇസ് നോട്ട് ആൻ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു അലക്ട് റോങ് ഡൂയിങ്. ഓഡിറ്റ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല റോങ് ഡൂയിങ്ങിന്റെ കേസിൽ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പായി ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റും തമ്മിൽ എന്തുണ്ട്? നല്ല ഡിഫറൻസ് ഉണ്ട്. സോ ഒഫീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്, ഓഡിറ്റ് ഇസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആണ് എന്തിന്റെ മേളിൽ? ഓഫ് ദി അക്കൗണ്ട്സ് വിത്ത് എ സ്പെഷ്യൽ പർപ്പസ്. ഇനി എന്ത് കൊണ്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഹി ഡസ് നോട്ട് ഹാവ് എനി, ഓഡിറ്ററിന് എന്തില്ല? ഹി ഡസ് നോട്ട് ഹാവ് എനി സ്പെസിഫിക് ലീഗൽ പവർ ഇല്ല. ലീഗലി അങ്ങനെ ഒരു പവർ ആർക്ക് കൊടുക്കുന്നില്ല? ഓഡിറ്ററിന് കൊടുക്കുന്നില്ല. എന്തിനു വേണ്ടിയിട്ട്? സെർച്ച് ചെയ്യാനും ഓരോരുത്തർ പറയുന്നത് റെക്കോർഡ് ചെയ്യാനും. സോ ഓഡിറ്റും ഇൻവെസ്റ്റിഗേഷനും തമ്മിൽ പകൽ വ്യത്യാസമുണ്ട്. ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാ? ടു ഒബ്റ്റെയിൻ റീസണബിൾ അഷുറൻസ് ആൻഡ് റിപ്പോർട്ട് ആസ് റിക്വയർഡ് ബൈ ദി എസ് എ. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് 5ാമത്തെ പോയിന്റ് പറയാണ്, സ്കോപ്പ് ഓഫ് ഓഡിറ്റ് എന്ന് പറയുന്നത് ജനറൽ ആണ് ആൻഡ് ബ്രോഡ്, വേറാസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിരിക്കും. ലൈക്ക് സ്പെസിഫിക് ആൻഡ് നാരോ ആണ്. സ്പെസിഫിക് എന്ന് പറയാൻ കാരണം എന്താ? നമ്മുടെ കയ്യിൽ നിന്ന്, എന്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ പോയി. അപ്പൊ ഞാനൊരു ഇൻവെസ്റ്റിഗേറ്ററിനെ വെച്ചിട്ട് പറയാണ്, തപ്പി കണ്ടെത്തുന്നതാണ്, എന്റെ കയ്യിലെ പൈസ പോയി എന്ന് പറയാം. സോ
അവൻ സ്പെസിഫിക് ആയിരിക്കും. ആ 10,000 രൂപയുടെ കേസിൽ മാത്രം തപ്പി 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 പോകണം. ഫോക്കസ്ഡ് ആണ്. ഒരൊറ്റ പോയിന്റ് ഉണ്ട്, ആ പോയിന്റിലേക്ക് തന്നെ പോയാൽ. പക്ഷെ ഓഡിറ്റ് അങ്ങനെയല്ല. ഓക്കെ അല്ലേ? ഓഡിറ്റ് ജനറൽ ആണ്, അതേപോലെ തന്നെ ബ്രോഡ് ആണ്.